നമസ്കാരം. വോട്ട് ടോക്കിലേക്ക് സ്വാഗതം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സെക്രട്ടേറിയറ്റിന് മുൻപിൽ ആദിവാസികൾ നടത്തുന്ന നിൽപ്പ് സമരം 62 ദിവസം പിന്നിട്ടു. പിന്തുണയുമായി സമരത്തിന് നവമാധ്യമ കൂട്ടായ്മകൾ രംഗത്ത് വന്നു. നിൽപ്പ് സമരത്തെ അവഗണിക്കുന്നുവെന്നാണ് വോട്ട് ടോക്കിന് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും ചർച്ചയിൽ പങ്കെടുക്കാം. വിളിക്കേണ്ട നമ്പർ 0484170788. ഫേസ്ബുക്കിലും ട്വിറ്ററിലും ഇന്ത്യ വിഷന്റെ വെബ്സൈറ്റിലും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ തത്സമയം നമ്മോടൊപ്പം ചേരുന്നു ഗീതാനന്ദൻ, സമരസമിതി കൺവീനർ കൂടിയായിട്ടുള്ള ഗീതാനന്ദൻ തിരുവനന്തപുരം സ്റ്റുഡിയോയിലും, ഒപ്പം സാമൂഹ്യ നിരീക്ഷകൻ സിവിക് ചന്ദ്രൻ കോഴിക്കോട് സ്റ്റുഡിയോയിലും, ഒപ്പം CK ശശീന്ദ്രൻ CPM വയനാട് ജില്ലാ സെക്രട്ടറി, അദ്ദേഹത്തെയും BRP ഭാസ്കരൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ, ഇരുവരെയും ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ഗീതാനന്ദനിലേക്ക്. ശ്രീ ഗീതാനന്ദൻ, സെക്രട്ടേറിയറ്റ് മുൻപിൽ ആദിവാസികൾ ഗോത്രമഹാസഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരം ഇന്ന് 62 ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക എന്നതിനപ്പുറത്തോട്ട് പുതിയ ആവശ്യങ്ങളൊന്നും തന്നെ സമരക്കാർ മുന്നോട്ട് വയ്ക്കുന്നുമില്ല. 2 മാസത്തിൽ അധികമായി സമരം ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ ഉള്ള ഒരു സാഹചര്യം ഒരുക്കിയത് അധികൃതരുടെ ഭാഗത്തു നിന്നും സമരത്തിന് എതിരെ അത് അവഗണിച്ചുകൊണ്ടുള്ള ഒരു സമീപനം ഉണ്ടായതുകൊണ്ട് തന്നെയല്ലേ? നിശ്ചയമായും സമരത്തെ അവഗണിക്കുന്നു എന്നുള്ളതിനേക്കാളേറെ ആദിവാസികളോടുള്ള അവരുടെ ആവശ്യങ്ങളോട് തന്നെ വലിയൊരു അവഗണനയാണ് ഈ ഗവൺമെൻറ് പുലർത്തുന്നത്. ഇവിടെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ പുതിയ യാതൊരു ആവശ്യവും ഞങ്ങൾ ഗവൺമെൻറ് മുമ്പാകെ ആവശ്യപ്പെടുന്നില്ല. 10 വർഷക്കാലം മുമ്പ് ആദിവാസി സമരങ്ങൾ ശ്രദ്ധിച്ച, പ്രത്യേകിച്ചും മുത്തങ്ങ സംഭവവും അതിന് തൊട്ട് ഒരു വർഷക്കാലം മുമ്പുണ്ടായിരുന്ന സെക്രട്ടേറിയറ്റ് പടിക്കലുള്ള കുടിൽകെട്ട് സമരവും ശ്രദ്ധിക്കുന്ന ആർക്കും അറിയാം, കേരളത്തിലെ മുഴുവൻ ഭൂരഹിതരായുള്ള ആദിവാസികളെയും പുനരധിവസിപ്പിക്കാനുള്ള ഒരു സമഗ്ര പദ്ധതി അന്ന് AK ആൻ്റണി ഗവൺമെൻറ് കൊണ്ടുവന്നിരുന്നു. ഇത് ആദിവാസികളോട് മാത്രമല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിനോട്, സിവിൽ സമൂഹത്തിനോട് നൽകിയിരുന്ന വലിയൊരു വാഗ്ദാനവും ഉറപ്പുമായിരുന്നു. അന്ന് ആൻ്റണി ഗവൺമെൻറ് ഈ പ്രശ്നത്തിന്, ആദിവാസി പ്രശ്നത്തിന് പൊതുവിൽ പ്രാധാന്യം നൽകുകയോ മുൻഗണന നൽകുകയോ ചെയ്തിരുന്നു എന്ന് പൊതുവിൽ സമൂഹം വിശ്വസിച്ചിരുന്നു, ആദിവാസികളും വിശ്വസിച്ചിരുന്നു. അത് ആദിവാസി പുനരധിവാസത്തിൻ്റെ അല്ലെങ്കിൽ ട്രൈബൽ സപ്ലാനിൻ്റെ ഭാഗമായി മാറിയ വലിയൊരു പദ്ധതിയായിരുന്നു. അത്തരമൊരു നയം ഇപ്പോൾ UDF ഗവൺമെൻറ്റിന്, ശ്രീ ഉമ്മൻചാണ്ടി നയിക്കുന്ന UDF ഗവൺമെൻറ്റിന് ഇല്ല, അല്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നിടത്തു നിന്നാണ് ഈ പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കാൻ നിർബന്ധിതമാകുന്നത്. 2002 ശേഷം ഏതാണ്ട് 7000ഓളം കുടുംബങ്ങൾക്ക് 6777 കുടുംബങ്ങളെന്നാണ് ഗവൺമെൻറ് കണക്ക്. അത്രയും കുടുംബങ്ങൾക്ക് ഭൂമി നൽകി എന്നുള്ളതൊരു വസ്തുതയാണ്. പ്രത്യേകിച്ചും മുത്തങ്ങ സംഭവത്തിന് ശേഷം കേന്ദ്ര ഗവൺമെൻറ്റിനോട് 19,600 ഏക്കർ വനഭൂമി വിട്ടു നൽകാൻ അന്ന് AK ആൻ്റണി ഗവൺമെൻറ് ആവശ്യപ്പെട്ടിരുന്നു. അത് കേന്ദ്ര ഗവൺമെൻറ് തത്വത്തിൽ അംഗീകരിച്ചു. സുപ്രീം കോടതി അത് കൊടുക്കണമെന്ന് 2010 പറഞ്ഞു, നിർദ്ദേശിച്ചു, ഓർഡർ ഇട്ട് കൽപ്പന പുറപ്പെടുവിച്ചു. അതേപോലെ തന്നെ 2004 7500 ഏക്കർ ഭൂമി ആറളം ഫാമിൽ വിലക്ക് വാങ്ങിച്ച് ആദിവാസികളെ പുനരധിവസിപ്പിക്കാൻ തീരുമാനിച്ചു. 2600 കുടുംബങ്ങൾക്ക് ഭൂമി നൽകി. ബാക്കി ഭൂമി ഇപ്പോഴും അവശേഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ആ ഭൂമിയിൽ ഗവൺമെൻറ്റിൻ്റെ അറിവോടുകൂടി, സമ്മതത്തോടുകൂടി സ്വകാര്യ വ്യക്തികൾ പൈനാപ്പിൾ കൃഷി ചെയ്ത് ലാഭമുണ്ടാക്കുന്നു. 19,600 ഏക്കർ വനഭൂമി വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, സുപ്രീം കോടതിയുടെയും പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും എല്ലാ നിർദ്ദേശങ്ങളും കർക്കശമായ വ്യവസ്ഥകളും അവഗണിച്ച് അവിടെ വെറ്റിനറി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നു. കേരളത്തിലെമ്പാടും വൻതോതിൽ ഭൂമി കയ്യേറ്റം നടക്കുന്നു. അട്ടപ്പാടിയിൽ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 74 ശിശുക്കൾ പോഷകാഹാരക്കുറവ് എന്നതിനാൽ, അല്ലെങ്കിൽ അത് പട്ടിണി ഭരണമാണ്, വംശത്തിലേക്ക് നീങ്ങുന്നൊരു സമൂഹത്തിൻ്റെ ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന തരത്തിൽ കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഗവൺമെൻറ് നിഷ്ക്രിയമാണ്. 62 ദിവസമായി ഒരു വാഗ്ദാനം നൽകപ്പെട്ട ഒരു സമൂഹത്തിന് ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ കാത്തുകെട്ടി കിടക്കേണ്ടി വരുന്നു എന്നത് തന്നെയാണ് ഇവിടെ നമുക്ക് ആശങ്ക ഉണ്ടാക്കേണ്ട കാര്യം. ഗവൺമെൻറ്റിൻ്റെ പ്രശ്നം അവഗണനയുടേതല്ല. അവർക്കൊരു പട്ടികവർഗ നയം, ദേശീയ തലത്തിൽ ആദിവാസി പ്രശ്നത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ 1996 ശേഷം ഉണ്ടായിട്ടുണ്ട്. ആദിവാസികളുടെ ഭൂമി സംരക്ഷിക്കാൻ 96 ആദിവാസികൾക്ക് മാത്രമായിട്ടുള്ള പഞ്ചായത്ത് രാജ് ഫോർമുലേറ്റ് ചെയ്യാൻ തീരുമാനമായിരുന്നു. 2006 കേന്ദ്ര ഗവൺമെൻറ്, പാർലമെൻറ്റ് വനാവകാശം അംഗീകരിച്ചുകൊണ്ട് നിയമം പാസ്സാക്കപ്പെട്ടിരിക്കുന്നു. ഈ നിയമങ്ങളിലൊന്നും തന്നെ ആദിവാസി ഭൂമി സംരക്ഷിക്കാനുള്ള അവരുടെ ഗ്രാമസഭകൾക്ക് നിയമപരവും ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരം നൽകുന്ന സ്ഥിതിവിശേഷം ദേശീയ തലത്തിലുണ്ടായിട്ടുണ്ട്. എങ്കിലും ഈ വിഷയങ്ങളൊന്നും തന്നെ
കേരളത്തിൽ അംഗീകരിക്കാനോ അല്ലെങ്കിൽ നടപ്പാക്കാനോ അതിൻ്റെ സത്യം ഉൾക്കാനോ ശ്രീ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിന് കഴിയുന്നില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ഈ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുന്നത്. ശ്രീ ഗീതാനന്ദൻ, കേവലം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഒരു നിസ്സഹകരണം എന്ന രീതിയിൽ ഇതിനെ കാണുന്നത് ശരിയാണോ? 2001 കുടിൽക്കെട്ടി സമരം നടക്കുന്നത്. തുടർന്ന് മുത്തങ്ങ, ചെങ്ങറ, ഒപ്പം അരിപ്പ തുടങ്ങി നിരവധി സമരങ്ങൾ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടായിരുന്നു. മാറി മാറി വന്ന സർക്കാരുകൾ തുടർന്ന് 2001 കുടിൽക്കെട്ടി സമരത്തിന് ശേഷം അതിനുശേഷം 5 വർഷം LDFന്റെ സർക്കാർ ഉണ്ടാകുന്നു. ഇപ്പോൾ വീണ്ടും ഉമ്മൻചാണ്ടി സർക്കാർ വരുന്നു. കേവലം നിലവിലുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഒരു കഴിവുകേട് അല്ലെങ്കിൽ അവരുടെ നയത്തിലുള്ള ഒരു പ്രശ്നം മാത്രമായി ഇതിനെ കാണുന്നത് ശരിയാണോ? നിശ്ചയമായിട്ടും ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ നയം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ആന്റണി ഗവൺമെന്റ് തുടർന്നിരുന്ന ഒരു നയം ഈ ഗവൺമെന്റ് തുടരുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങളുടെ ആശങ്ക. ഇടതുപക്ഷം ആന്റണി ഗവൺമെന്റ് നയം തുടരാൻ അവർക്ക് രാഷ്ട്രീയമായ ബാധ്യതയൊന്നുമില്ല. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ പലപ്പോഴും അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ഗുരുതരമായ രീതിയിൽ ആദിവാസി മേഖലയിൽ ഒട്ടേറെ പ്രശ്നങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. പട്ടിണി, ദാരിദ്ര്യം, ഭൂമി കയ്യേറ്റം. അതിൻ്റെ ഒന്നാന്തരം ലക്ഷണമാണ് ആർല ഫാമിൽ ഗവൺമെൻറ്റിൻ്റെ അറിവോട് നടക്കുന്ന ഭൂമി കയ്യേറ്റവും പൈനാപ്പിൾ കൃഷിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ചോദിക്കുന്നത് ഇതൊരു സൂചനയാണ്. ആദിവാസികളുടെ ഭൂമിയിൽ എന്തിന് സ്വകാര്യ വ്യക്തികൾക്ക് ലാഭമുണ്ടാക്കാൻ പൈനാപ്പിൾ കൃഷി ചെയ്യുന്നു? ആദിവാസികളുടെ ഭൂമി അല്ലെങ്കിൽ കേന്ദ്രം കർക്കശമായ വ്യവസ്ഥകളോടുകൂടി വിട്ടു നൽകിയിരിക്കുന്ന വനഭൂമിയിൽ ഒരു വെറ്റിനറി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത് എന്തിന്? ഈ ചോദ്യങ്ങളാണ് ആദിവാസികൾ ഉന്നയിക്കുന്നത്. ഇത് ഒരു LDFന്റെയും UDFന്റെയും ഭരണത്തിലുള്ള മാറ്റത്തിൻ്റെ വിഷയമല്ല. ആദിവാസി പ്രശ്നത്തോടുള്ള ഒരു സമീപനത്തിൻ്റെ, നയത്തിൻ്റെ മാറ്റമാണ്. അതൊരു ദുസ്സൂചനയാണ് എന്നുള്ളതാണ് വസ്തുത. ഏറ്റവും അവസാനമായി തിരിച്ചെത്താം. ഇപ്പോൾ ശ്രീ സിവിക് ചന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ സിവിക് ചന്ദ്രൻ, 2001 48 ദിവസം നീണ്ട കുടിൽക്കെട്ടി സമരം നടക്കുന്നത്. ആഘോഷപൂർവ്വമായിരുന്നു അതിന്റെ സമാപനവും. തുടർന്ന് 13 വർഷത്തിന് ഇപ്പുറം അതേ ആവശ്യങ്ങൾ, അന്ന് എന്ത് വാഗ്ദാനമാണോ ലഭിച്ചത് അതേ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സമരം, നിൽപ്പ് സമരം, അത് 62 ദിവസം പിന്നിട്ടിരിക്കുന്നു. അങ്ങനെ ഒരു സമരം നടത്തേണ്ട ഒരു സാഹചര്യം എന്താണ്? ഇതിൽ നിന്ന് ഈ 13 വർഷം ആവശ്യങ്ങൾ, വാഗ്ദാനങ്ങൾ നൽകാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. എന്താണ് ഈ സാഹചര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ആന്റണി സർക്കാർ ആദിവാസികളുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാവുകയും ഒരു ഒത്തുതീർപ്പിലെത്തുകയും ചെയ്തു. അതിനുശേഷം ഇത് 3ാമത്തെ മന്ത്രിസഭയാണ് വരുന്നത്. ഇക്കാര്യത്തിൽ അവർക്ക് ആദിവാസികൾക്ക് നൽകിയ ഭരണഘടനാപരമായ ഉറപ്പ്, അതായത് അവർക്ക് ഭൂമി നൽകുക എന്നത് മാത്രമല്ല, ആ ഭൂമിയിൽ കൃഷി ചെയ്യാൻ സഹായം നൽകുക എന്നത് മാത്രമല്ല, ആ നൽകുന്ന ഭൂമിക്ക് നിയമസാധുത നൽകുക എന്നത് മാത്രമല്ല, കേരളത്തിന് വെളിയിലുള്ള ആദിവാസികൾ അനുഭവിക്കുന്നത് പോലുള്ള ഗ്രാമസ്വരാജ്, അവരുടെ സ്വയംഭരണത്തിന്റെ അവകാശങ്ങൾ കൂടി അടക്കമുള്ള ഒരു കരാറിലാണ് അന്ന് ആന്റണിയും ജാനുവും കേരളത്തിലെ ആദിവാസി, ദലിത്, മറ്റ് പ്രതിനിധികളടക്കം ഒപ്പുവെച്ചത്. ആ കരാർ നടപ്പിലാക്കാൻ 13 വർഷത്തിന് ശേഷം ആ കരാർ നടപ്പിലാക്കാത്തതുകൊണ്ടാണ് മുത്തങ്ങ സംഭവിച്ചത്. ആ മുത്തങ്ങ കേസിലെ 100 കണക്കിന് ആദിവാസികൾ ഇപ്പോഴും ഹൈക്കോടതി അടക്കമുള്ള കോടതികളിൽ കയറി ഇറങ്ങുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പോഴുള്ള ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് പോയ ഗവൺമെന്റിന്റെ അലസതയുടെ ഉത്തരവാദിത്തരാഹിത്യത്തിന്റെ പ്രശ്നം മാത്രമല്ല, സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ചെലുത്താനായി നമ്മുടെ സിവിൽ സൊസൈറ്റിക്ക്, പൊതുസമൂഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ള ഒരു ആരോപണവും ഒരു സ്വയം വിമർശനവും യഥാർത്ഥത്തിൽ സിവിൽ സൊസൈറ്റി നടത്തേണ്ടതുണ്ട്. ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്വമാണെന്നത് ശരി തന്നെ. പക്ഷെ സർക്കാരിനെ കൊണ്ട് ഈ ഉത്തരവാദിത്വം ജനസംഖ്യയിൽ 1% വരുന്ന ആദിവാസികൾക്ക് അവർക്ക് നമ്മളെപ്പോലെ തന്നെ മനുഷ്യരായി ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തേണ്ട ഉത്തരവാദിത്വം പൊതുസമൂഹത്തിനുണ്ടായിരുന്നു. ഇപ്പൊ മുത്തങ്ങയ്ക്ക് മുമ്പുള്ള കുടിൽകെട്ടി സമരത്തിന്റെ സമയത്ത് ഈ പൊതുസമൂഹം ഈ ആദിവാസികളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സെൻസേഷണൽ വാർത്ത അട്ടപ്പാടിയിൽ നിന്ന് വന്നപ്പോൾ പൊതുസമൂഹം കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ഒഴിച്ചാൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ആദിവാസികളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്ന കാര്യത്തിൽ അവരോടൊപ്പം നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല? അവരോടൊപ്പം നിൽക്കുക മാത്രമല്ല, അവരുടെ അവകാശങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ, അവരുടെ അനുഭാവപൂർവമായ ഒരു സമീപനം സ്വീകരിക്കാൻ സർക്കാരിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുക കൂടി ചെയ്യേണ്ടതുണ്ട്. എന്തുകൊണ്ട് നമുക്കതിന് കഴിയുന്നില്ല? അതുകൊണ്ട് സിവിൽ സൊസൈറ്റിയുടെ ഒരു ആത്മവിമർശനത്തിന്റെ പ്രശ്നമായി കൂടി ഈ പ്രശ്നം ഉന്നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
താങ്കൾ തുടരുക. ഇപ്പോൾ BRP ഭാസ്കറിലേക്ക് കൂടി ചെങ്ങറ സമരമാകട്ടെ, മുത്തങ്ങ സമരമാകട്ടെ, അതിനു മുൻപ് 2001 നടന്ന കുടിൽക്കെട്ടി സമരമാകട്ടെ, വലിയ രീതിയിൽ പൊതുസമൂഹത്തിന്റെ ഒരു പിന്തുണ അതിന് ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ജൂലൈ 9 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇപ്പോൾ നടക്കുന്ന നിൽപ്പ് സമരം അതിനെ ആ രീതിയിൽ ഏറ്റെടുക്കാൻ പൊതുസമൂഹം തയ്യാറായിട്ടില്ല. ഇന്ന് സോഷ്യൽ മീഡിയ സംരംഭങ്ങളടക്കം അതിന് പിന്തുണയുമായി പോകുന്നുണ്ട്. ചെറിയ ചെറിയ സംഘടനകൾ അതിന് പിന്തുണ നൽകുന്നുണ്ട്. താങ്കളടക്കം ഇന്ന് അത്തരമൊരു വേദിയിൽ അവിടെ പങ്കെടുത്ത ആളുമാണ്. പൊതുസമൂഹം ഈ വിഷയത്തിൽ ഗൗരവമായി ഇടപെട്ടില്ല, ഈ സമരത്തെ ശരിയായ രീതിയിൽ പിന്തുണച്ചില്ല എന്ന് വിലയിരുത്തൽ നടത്തിയാൽ അതിനെ താങ്കൾ എങ്ങനെ കാണും? ഈ സമരം മാത്രമല്ല, ആദിവാസികളുടെ ഒരു സമരത്തിനും ഈ പറഞ്ഞ തരത്തിലുള്ള വലിയ പൊതുജന പിന്തുണയൊന്നും ലഭിച്ചിരുന്നില്ല. നമ്മൾ സിവിൽ സൊസൈറ്റിയുടെ പിന്തുണ എന്ന് പറഞ്ഞാൽ, സിവിൽ സൊസൈറ്റി എന്ന് പറയുന്നത് പല ഘടകങ്ങൾ അടങ്ങിയതാണ്. അത് ഒരു ഏകമാന സ്വഭാവമുള്ള ഒരു സംവിധാനമല്ല. അവിടെ പല അഭിപ്രായക്കാരുണ്ട്, പല തരത്തിലുള്ള സമീപനമുള്ളവരുണ്ട്. തീർച്ചയായിട്ടും ആ സിവിൽ സൊസൈറ്റിയിലെ ഒരു വിഭാഗം ആദിവാസികൾക്ക് പിന്തുണ നൽകിയിരുന്നു. പക്ഷെ ഒരു പ്രബല വിഭാഗം അവര് പുറമേ വന്നിട്ട് എന്തെങ്കിലും പ്രകടനം കാണിക്കലോ എതിർപ്പ് കാണിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ടാവില്ല. പക്ഷെ ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന നിരവധി ശക്തരായ ആളുകൾ, അവർ നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ, അതൊക്കെ ആദിവാസികളുടെ താല്പര്യത്തിന് എതിരായി നിലകൊള്ളുന്നവരാണ്. അതൊരു പുതിയ കാര്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. 1950 കാലഘട്ടം തൊട്ടേ തുടങ്ങിയതാണ് ആദിവാസികൾക്കെതിരെയായിട്ടുള്ള ഒരു വലിയ നിര. അതിന്റെ പിന്നിലുള്ള ശക്തികൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാവുന്നതാണ്. ജാതി മത ശക്തികളുണ്ട് അതിന്റെ പിന്നിൽ. അവരുടെ ഒരു സ്വാധീനത്തെ മറികടക്കുവാൻ കഴിയുന്നില്ല. പക്ഷെ സമരം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ആദിവാസി ഗോത്ര മഹാസഭയാണ്, CK ജാനു പ്രത്യേകിച്ചുമാണ് ആദ്യമായിട്ട് അവരുടെ നിരയിൽ നിന്ന് ഒരു നേതൃത്വം ഉയർന്നു വന്നിട്ട് ഒരു പ്രശ്നം പൊതുസമൂഹത്തിന്റെ മുന്നിൽ വെക്കുന്നത്. മറ്റൊക്കെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്നിലുള്ള പരിപാടികളാണ്. ഇപ്പോഴും അത്തരത്തിലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടേതായ ആദിവാസി സംഘടന ഉണ്ടാക്കിയിട്ട് പ്രകടനം നടത്തുന്നു, സമരം നടത്തുന്നു. ആ സമരങ്ങളുടെ ചിത്രം നിങ്ങൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. ആ സ്ഥലത്തെ പാർട്ടി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി അവിടെ ഉണ്ടാവും. ആ മനുഷ്യനവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. അവർ ആദിവാസികളുടെ ഇടയിൽ നിന്ന് ഒരു നേതാവ് ഉയർന്നു വന്നിട്ട് അത്തരത്തിലുള്ള പ്രസ്ഥാനത്തിന്റെ കൂടെ ഇല്ല. അതാണ് ഒരു മാറ്റം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ജാനുവിന്റെ സമരങ്ങൾ ആദ്യം തൊട്ടേ തന്നെ ഒരു വിഭാഗം ആളുകളുടെ, പുരോഗമന സ്വഭാവമുള്ള ഒരു വിഭാഗം ആളുകളുടെ പിന്തുണ ആർജിച്ചിരുന്നു. അതിന്റെയൊക്കെ ഫലമായിട്ടാണ് സർക്കാരുകൾ നിർബന്ധിതമായത് അവരുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കാനും വാഗ്ദാനങ്ങൾ നൽകുവാനും ഒക്കെ. പക്ഷെ ഈ വാഗ്ദാനങ്ങളെല്ലാം പിന്നീട് നടപ്പിലാക്കുന്നില്ല. ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആദിവാസികളുടെ കാര്യത്തിൽ ഇത് തുടർച്ചയായി നടക്കുന്ന ഒന്നാണ്. വഞ്ചനയുടെ ഒരു പരമ്പരയാണ് കേരളത്തിലെ ഭരണകൂടത്തിന്റെ ആദിവാസി നയം എന്ന് പറയുന്നത്. അതിന്റെ ഒരു തുടർച്ചയാണിത്. അതിനെതിരെ തീർച്ചയായിട്ടും അവർ സമരം ചെയ്യുന്നു. ചില കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നു. ഇപ്പൊ ഈ ഭൂമിയുടെ കാര്യത്തില് ഒരു പ്രശ്നം ഉള്ളത്, ഇവരുടെ കയ്യിൽ നിന്ന് ഭൂമി തട്ടിയെടുക്കുവാൻ വളരെ എളുപ്പമാണ്. അവര് പ്രലോഭനങ്ങൾക്ക് വശംവദരായിട്ടോ അല്ലാതെയോ ഒക്കെ ചെയ്തെന്നിരിക്കും. ഇവിടെയും മറ്റൊരു കാര്യം കൂടെ ഓർക്കണം. എങ്ങനെയാണ് വനഭൂമി അന്യാധീനപ്പെട്ടത്? എങ്ങനെയാണ് ആദിവാസി ഭൂമി അന്യാധീനപ്പെട്ടത്? ആദിവാസികൾക്ക് ആ ഭൂമിയുടെ മേലിൽ അവകാശം ഉണ്ടായിരുന്നു. അവിടെ താമസിക്കാനും അവിടെ കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ ഉപജീവനം നടത്തുവാനുമുള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് പട്ടയമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് അതിന്റെ മേലിൽ അവരുടെ ഉടമസ്ഥത സ്ഥാപിക്കുന്ന ഒരു രേഖയും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഭൂമിയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. ഒരാളുടെ കയ്യിൽ ഉടമസ്ഥാവകാശമില്ലാത്ത ഭൂമി എങ്ങനെയാണ് വിൽക്കുന്നത്? എങ്ങനെയാണ് കൈമാറ്റം ചെയ്യുന്നത്? അങ്ങനെ കൈമാറ്റം ചെയ്താൽ അതെങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യപ്പെടുന്നത്? അപ്പൊ അവിടെ എല്ലാം അഴിമതിയും വഞ്ചനയും ആണ് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ അതിൽ നിന്നുള്ള ഒരു സംരക്ഷണം അവർക്ക് കൊടുക്കുവാൻ വേണ്ടിയാണ് ഷെഡ്യൂൾഡ് ഏരിയാസ് ആയിട്ട് പ്രഖ്യാപിക്കണം. അവരുടെ ഊരുകൾ നമ്മുടെ ഭരണഘടനയിൽ ഒരു വ്യവസ്ഥയുണ്ട്. ആദിവാസികൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഷെഡ്യൂൾഡ് ഏരിയാസ്
ആയിട്ട് പട്ടിക പ്രദേശങ്ങളായിട്ട് പ്രഖ്യാപിക്കുവാൻ. അങ്ങനെ പട്ടിക പ്രദേശമായി പ്രഖ്യാപിച്ചിരുന്നാൽ അവിടെ നിന്ന് പുറത്തു നിന്നുള്ള ആളുകൾക്ക് വരുന്ന ഇത്തരത്തിലുള്ള പണികളൊന്നും ചെയ്യാൻ കഴിയില്ല. ഇതാണ് ആവശ്യപ്പെടുന്നത്. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ കക്ഷികളുടെ ഭാഗത്തു നിന്നും ഒക്കെ പൊതുവായി ഉയരുന്ന ഒരു വാക്കിതാണ്. കേരളത്തിലെ സാഹചര്യങ്ങളിൽ ഇത് പ്രായോഗികമല്ല. ഇവിടെ നദി നിരോധനം പ്രായോഗികമല്ല. ആദിവാസികളുടെ ഭൂമി തിരിച്ചു പിടിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. എന്ത് പറഞ്ഞിരുന്നാലും പ്രായോഗികമല്ല. അതിന്റെ അർത്ഥം ഇതാണ്, ചില സ്ഥാപിത താല്പര്യങ്ങളുണ്ട്, അവരെ താല്പര്യം സംരക്ഷിക്കുവാൻ. തീർച്ചയായും താങ്കളിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ CPIM വയനാട് ജില്ലാ സെക്രട്ടറി CK ശശീന്ദ്രൻ കൂടി ചേരുന്നു. ശ്രീ CK ശശീന്ദ്രൻ, BRP ഭാസ്കർ പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചിരിക്കും. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, CPIM ഉൾപ്പെടെയുള്ള ഇടത് പക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ളവർ ആദിവാസി വിഷയത്തിൽ ആ രീതിയിൽ ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കാത്തതാണോ ഈ രീതിയിൽ ഈ പ്രശ്നങ്ങൾ, ഈ വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ അഭിസംബോധന ചെയ്യപ്പെടാത്തതിന് കാരണം? കേരളത്തിലെ ആദിവാസി ജനവിഭാഗങ്ങൾ അതിഭയങ്കരമായ രീതിയിലുള്ള സാമൂഹ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരുടെ ഭൂമിയുടെ വിഷയം മാത്രമല്ല, കാർഷിക രംഗത്ത് വന്നിട്ടുള്ള പ്രതിസന്ധിയെ തുടർന്ന് ആദിവാസികൾക്ക് ജോലിയില്ലാത്തൊരവസ്ഥയിൽ അവർക്ക് ജീവിക്കാൻ തന്നെ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹം കാണേണ്ടതാണ്. എന്നാൽ രാഷ്ട്രീയ പാർട്ടികൾ ഇതിൽ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് നടത്തിയ ഒരു പഠനത്തിൽ കേരളത്തിലെ ആദിവാസികളെ കുറിച്ചൊരു പഠനം അവർ നടത്തിയിരുന്നു. അത് അവർ കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യം, ആദിവാസികൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്, അല്ലാതെ ഏതെങ്കിലും NGOകളിൽ ചേർന്ന് നിൽക്കുന്ന രീതിയല്ല ഉള്ളത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നല്ല രീതിയിൽ അതിന് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. ഒന്നാം UPA ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും CPIയും പിന്തുണച്ചതുകൊണ്ടാണ് FRA ഫോറസ്റ്റ് റൈറ്റ് ആക്ട് രൂപീകരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതുവഴി ഇന്ത്യയിൽ ഏറ്റവും ഭംഗിയായി ഭൂമി കൊടുക്കാൻ കഴിഞ്ഞ സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. അക്കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ട് പരിഹരിച്ചില്ല എന്നുള്ള കാര്യം വേറെ ഇനിയും നമുക്ക് നടത്തേണ്ടതുണ്ട്. ഇവിടെ സെക്രട്ടറിയിൽ നടക്കുന്ന സമരത്തിന്റെ ഒരു കുറവ്, പൊതുസമൂഹം ഈ വിഷയം ഗൗരവമായിട്ട് എടുക്കുന്ന രീതിയിലേക്ക് എല്ലാവരുമായി ചർച്ച ചെയ്ത് ഒരു യോജിച്ച പ്രക്ഷോഭമാണ് കേരളത്തിൽ ഉയർന്നു വരേണ്ടത്. എല്ലാ ആദിവാസി സംഘടനകളും കൂടി ചേർന്ന് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയുള്ള യോജിച്ച പ്രക്ഷോഭം ഉയർന്നു വരുന്നതിന് പകരം ഒറ്റക്കെട്ടിക്ക് സമരം നടത്തുന്നു എന്നുള്ളതും ഒരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട്. എന്തായാലും ഗവൺമെന്റ് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം സമരം ചെയ്ത് മന്ത്രിയാക്കിയിട്ട് ചർച്ച ചെയ്ത് ചില കാര്യങ്ങൾ ഒത്തുതീർപ്പുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിലാണ് വയനാട്ടിലെ ആദിവാസി വിഭാഗങ്ങളും ആദിവാസി ക്ഷേമ സമിതിയും മുന്നിൽ നിൽക്കുന്നത്. ഗോത്രമഹാസഭയാവട്ടെ ആരോടും അവർക്കൊരു സംഘടന നിലയ്ക്ക് ഒറ്റയ്ക്ക് സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, അത് ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷെ എല്ലാവരും കൂടി ആലോചിച്ച സമരം, പ്രത്യേകിച്ച് കേരളത്തിലെ ആദിവാസി വിഭാഗങ്ങൾ, ഒരു പൊതുസമൂഹം കാണുന്നത് ആദിവാസികൾക്കൊന്നും രാഷ്ട്രീയം പാടില്ല എന്നുള്ളതാണ്. പക്ഷെ ആദിവാസികൾ നല്ലപോലെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നു കാണാൻ വേണ്ടി കഴിയും. പൊളിറ്റിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ജനവിഭാഗമാണ്. നിൽപ്പ് സമരത്തിന്റെ ഭാഗമായി ആദിവാസി ഗോത്രസഭ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങൾ അവ താങ്കളും ആദിവാസി ക്ഷേമ സമിതി അടക്കം ഉള്ള സംഘടനകളും ആ ആവശ്യങ്ങൾ നടപ്പിലാക്കണം എന്ന പക്ഷത്താണെങ്കിൽ എന്തുകൊണ്ട് നിൽപ്പ് സമരത്തിന് ഒരു പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പോകാൻ CPIMോ ആദിവാസി ക്ഷേമ സമിതി അടക്കമുള്ള സംഘടനകളോ തയ്യാറാകുന്നില്ല? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഓരോ സംഘടനയ്ക്കും ജനാധിപത്യപരമായിട്ട് സമരം ചെയ്യാൻ അവകാശമുണ്ട്. ഏകപക്ഷീയമായിട്ട് ഗോത്രമഹാസഭ സമരം ചെയ്യുകയും പിന്നീട് എല്ലാവരും പിന്തുണയ്ക്കണം എന്ന് പറയുന്ന രീതിയോട് നമുക്ക് യോജിക്കാൻ വേണ്ടി കഴിയും. അതല്ല ജനാധിപത്യ രീതി. ഗോത്രമഹാസഭയ്ക്കും ഒരു ജനാധിപത്യ രീതി വേണമല്ലോ, സുതാര്യത വേണമല്ലോ. അവരെ മറ്റ് ആദിവാസി സംഘടനകളുമായിട്ട് ചർച്ച ചെയ്ത് അവർ യോജിച്ച പ്രക്ഷോഭത്തിന് ഞങ്ങൾ തയ്യാറാണെന്ന് അവർ പറയുന്നില്ല. അവർ പറയുന്നത്, ഞങ്ങൾ പലപ്പോഴും അവരോട് സമീപിച്ചതാണ് യോജിച്ച പ്രക്ഷോഭത്തെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടി. ഞാൻ ഉൾപ്പെടെയുള്ളവരുമായിട്ട് നേരിട്ട് ഞങ്ങൾ ചർച്ച ചെയ്ത ആൾക്കാരാണ് ഞങ്ങളൊക്കെ. പക്ഷെ അവരാരും സന്നദ്ധമാവുന്നേ ഇല്ല. നിങ്ങൾ അങ്ങനെ ഒരു നിലപാടിനോട് യോജിക്കാൻ കഴിയുന്ന നിലപാട്. ഏറ്റവും കൂടുതൽ കഴിഞ്ഞ വർഷം വയനാട്ടിൽ നിക്ഷിപ്ത വനഭൂമി കൈയേറി എല്ലാവരും കൂടി സമരരംഗത്തേക്ക് വന്നപ്പോൾ ആദിവാസി ക്ഷേമ സമിതി ഒരു ഭാഗത്തുണ്ടായിരുന്നു. ആ സമരങ്ങളെല്ലാം ഇപ്പോഴും നല്ലപോലെ തുടരുന്നുണ്ട്. ജയിലിൽ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി 1000-ഓളം ആദിവാസികൾ കൂട്ടനിരാഹാരം നടത്തി. അവസാനം ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കേസ് പിൻവലിച്ച് മുഴുവൻ ആദിവാസികളും ജയിലിൽ നിന്ന് വിട്ടയച്ചു. ആ നടത്തിയ പ്രക്ഷോഭത്തിൽ പോലും ഒരു യോജിച്ച സമരത്തിനുള്ള സന്നദ്ധത അവരറിയിച്ചു. തീർച്ചയായും വ്യക്തമാണ് ശ്രീ K ശശീന്ദ്രൻ. ഒരു ഇടവേളയ്ക്ക് ശേഷം വോട്ട് ആൻഡ് ടോക്ക് തുടരും.
നിൽപ്പ് സമരം അവഗണിക്കപ്പെടുന്നു എന്നാണ് വോട്ട് ആൻഡ് ടോക്ക് ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ശ്രീ ഗീതാനന്ദൻ ഒരിക്കൽ കൂടി ചേരുന്നു. ശ്രീ ഗീതാനന്ദൻ, നേരത്തെ CK ശശീന്ദ്രൻ പറഞ്ഞതുപോലെ ആദിവാസികളുടെ പ്രശ്നങ്ങളാണ് മുഖ്യ വിഷയമെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ഏകോപിപ്പിച്ചുകൊണ്ടുള്ള എല്ലാ മറ്റു സംഘടനകളുമായി ചേർന്നുകൊണ്ടുള്ള ഒരു സമരം അത് തന്നെയായിരിക്കില്ലേ കൂടുതൽ വിജയം കാണുക? അത്തരം ഒരു സമരത്തിലേക്ക്, ഒരു മാർഗത്തിലേക്ക് എന്തുകൊണ്ട് ഗോത്രമഹാസഭയടക്കം മുന്നോട്ട് പോകുന്നില്ല? ഈ സമരം ചെയ്യുന്നവരുമായി ഐക്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് ശരിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി, ഉമ്മൻചാണ്ടി സർക്കാർ പ്രതിദാനം ചെയ്യുന്ന UDF അല്ലെങ്കിൽ അത്തരം പ്രസ്ഥാനങ്ങളുമായി ഒരൈക്യത്തെക്കുറിച്ച് പറയുന്നത് തന്നെ ഒരുതരം കോമിക്കാണത്. കാരണം CPM ഒരു ഭരിക്കുന്ന പാർട്ടിയാണ്, ഭരിക്കാൻ ഇനി അടുത്ത അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളൊരു പാർട്ടിയാണ്. എന്തിന് ഞങ്ങളെപ്പോലെയുള്ള പാവപ്പെട്ട ആദിവാസികൾ ഇവരുമായ ഒരു ഐക്യമുന്നണി ഉണ്ടാക്കണം? അതാണ് ചോദ്യം. പ്രശ്നം, ഇവരധികാരത്തിലുണ്ടായിരുന്നപ്പോൾ ആദിവാസി പ്രശ്നത്തോട് എന്ത് നിലപാടെടുത്തു? ഈ പാർട്ടിയൊക്കെ തന്നെ അധികാരത്തിൽ വരുമ്പോൾ ആദിവാസി പ്രശ്നത്തോട് ഒരു നിലപാടുണ്ടാകുമോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ആരുമായും ഐക്യപ്പെടാം. ഇപ്പം പ്രശ്നം CPM പോലുള്ള വലിയൊരു പ്രസ്ഥാനം, ഒരു വലിയൊരു പ്രസ്ഥാനമാണത്. അതിന് ആദിവാസി പ്രശ്നം എന്ന് പറയുന്ന ഒരു കേരളത്തിലൊരു 3.5 ലക്ഷം വരുന്ന ആളുകളുടെ പ്രശ്നം പരിഹരിക്കാൻ അത്തരം പാർട്ടികൾക്ക് നയമുണ്ടോ, നിലപാടുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ ഞങ്ങൾക്കറിയാം, ഞങ്ങളിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സമരം എന്ന് പറയുമ്പോൾ തന്നെ ഇത് ജനങ്ങളുടെ കണ്ണ് തുറപ്പിക്കാൻ, നേരത്തെ ഈ ചർച്ചയിൽ തുടക്കം കുറിച്ചപ്പോൾ പറഞ്ഞതുപോലെ പൗരസമൂഹത്തിൻ്റെ കണ്ണ് തുറപ്പിക്കാനും കൂടിയാണ് ഈ നിൽപ്പ് സമരം എന്ന് പറയുന്നൊരു ജാഗ്രതപ്പെടുത്താനുള്ള സമരം നടക്കുന്നത്. CPM പോലെ പ്രസ്ഥാനം ജാഗ്രതപ്പെട്ടോ, അവരുടെ കണ്ണു തുറന്നോ? ഈ വിഷയത്തിൽ ഉന്നയിക്കപ്പെട്ട ഓരോ പ്രശ്നങ്ങളെ സംബന്ധിച്ചും CPM പോലൊരു പാർട്ടി നിലപാടെടുക്കണം. നിശ്ചയമായിട്ടും CPM പോലൊരു പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണണം എന്ന് നിങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഒരു പാർട്ടി എന്നുള്ള നിലയിൽ കേരളത്തിലെ ആദിവാസികളുടെ വിഷയങ്ങൾ, പ്രത്യേകിച്ചും അവരുടെ ഭൂമി സംരക്ഷിക്കാൻ ഭരണഘടനാ പദവിയുള്ള, അത് അവർക്കൊരു പഞ്ചായത്ത് രാജ് നിയമമുണ്ടാക്കാൻ CPM ഒരു നിലപാടെടുക്കുമോ? ആർലം ഫാം പോലുള്ള ഒരു ഭൂപ്രദേശത്ത് പൈനാപ്പിൾ കൃഷി അവസാനിപ്പിക്കണം എന്ന് CPM ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെടും. ശ്രീ ഉമ്മൻചാണ്ടിയോട് ആവശ്യപ്പെടുമോ? ശ്രീ CK ശശീന്ദ്രൻ പ്രവർത്തിക്കുന്ന വയനാട് ജില്ലയിലാണ് വനഭൂമിയിൽ വെറ്ററിനറി യൂണിവേഴ്സിറ്റി പണിതുകൊണ്ടിരിക്കുന്നത്. ഇതവിടെ പണിയരുത് എന്ന് CPM ആവശ്യപ്പെടുമോ? ഇങ്ങനെ ആവശ്യപ്പെടണം എന്ന് അറിയിക്കാനാണ് ഈ പ്രക്ഷോഭം. ശ്രീ സിവിക് ചന്ദ്രനിലേക്ക് ഒരിക്കൽ കൂടി, ആദിവാസി ഗോത്രസഭയുടെ നേതൃത്വത്തിൽ നിൽപ്പ് സമരം ആരംഭിച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വയനാട് കളക്ട്രേറ്റ് വളഞ്ഞു കൊണ്ടടക്കമുള്ള ആദിവാസി ക്ഷേമ സമിതിയുടെ സമരം നടക്കുന്നത്. ദിവസങ്ങൾക്കകം തന്നെ സമരം പിൻവലിക്കുകയും ചർച്ചയിലൂടെ അതിന് പരിഹാരം കാണുകയും അതിനുശേഷം സമരം പിൻവലിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഭരണവർഗത്തിന്റെ ഇടയിൽ, ഭരണകൂടത്തിന്റെ ഇടയിൽ ഈ രീതിയിൽ ഒരു ഒത്തുതീർപ്പുണ്ടോ? എന്തുകൊണ്ട് അത്തരമൊരു സാഹചര്യം നിൽപ്പ് സമരത്തിന്റെ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല? സർക്കാർ യഥാർത്ഥത്തിൽ ഭയപ്പെടുന്നത് ആദിവാസികളിൽ നിന്നൊരു നേതൃത്വം ഉയർന്നു വന്ന് ആദിവാസികളുടെ സ്വന്തം അവകാശങ്ങൾ ഉന്നയിക്കുന്നതിനെയാണ്. യഥാർത്ഥത്തിൽ ഈ ആന്റണിയുടെ ഒരു പ്രത്യേകത, ആന്റണിയുമായി ഉണ്ടായ ഒത്തുതീർപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവരുമായി ഒരു സംഭാഷണത്തിന് സന്നദ്ധ പ്രകടിപ്പിക്കുകയും ഒരു കരാറിൽ ഒപ്പിടുകയും ചെയ്തു എന്നുള്ളതാണ്. പക്ഷെ അതേ അവസരത്തിൽ ആദിവാസികളും രാഷ്ട്രീയക്കാരും തമ്മിൽ, രാഷ്ട്രീയ പാർട്ടികളും തമ്മിൽ, ആദിവാസികളും സിവിൽ സമൂഹവുമായി പോലും ചില ഗ്യാപ്പുകളുണ്ട്. അത് സ്വാഭാവികമാണ്. കാരണം ഭരിക്കുന്നത് അവരാണ്. ഇപ്പൊ 1996 പെസയെ കുറിച്ച്, ആദിവാസി സ്വയംഭരണ നിയമത്തെക്കുറിച്ച് പറഞ്ഞു. ഈ നിയമം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കപ്പെട്ടപ്പോൾ കേരളം ജനകീയാസൂത്രണം, വികേന്ദ്രീകൃത ആസൂത്രണം എന്നിവയെക്കുറിച്ച് നമ്മൾ വലിയ ഉത്സവം, മാമാങ്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ നിയമം കേരളത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ടോ എന്ന് കേന്ദ്രം അന്വേഷിച്ചപ്പോൾ ഇവിടെ ആദിവാസികളുണ്ട്, പക്ഷെ അവർ ഡിഫറന്റ് അല്ല, അതുകൊണ്ട് ഇത് കേരളത്തിന് ബാധകമാക്കേണ്ടതില്ല എന്ന നിലപാടാണ് ആ സമയത്തെ തോമസ് ഐസക് ആണെന്ന് ഇതിന്റെയൊക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരാൾ. തോമസ് ഐസക് തന്നെ നേരിട്ട് ഈ ഒരു നിലപാടാണ് സ്വീകരിച്ചത്. അന്നത്തെ LDF ഗവൺമെന്റിന്റെ ഒരു നിലപാടായിരുന്നു. അപ്പൊ അന്ന് മുതൽ തന്നെ സ്വാഭാവികമായും ആദിവാസി ഇഷ്യൂസിനോട് നെഗറ്റീവായിട്ടാണ് ഭരിക്കുന്നവർ മാത്രമല്ല പ്രതിപക്ഷത്തിരിക്കുന്നവരും ഈ പ്രശ്നത്തെ സമീപിച്ചിട്ടുള്ളത്. ഈ നേരത്തെ ഈ മുത്തങ്ങ സമരത്തിന് മുമ്പുള്ള കുടിൽക്കെട്ടി സമരത്തിന്റെ കാലത്ത് സിവിൽ സൊസൈറ്റി ഇവരോട് എടുത്ത ഒരു നിലപാടിന്റെ കാര്യത്തിലും അവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനിടയുണ്ട്. കാരണം ഈ അടിയോരുടെ പെരുമനെന്ന് മലയാള കവിത കൊട്ടിഘോഷിച്ച ഒരു കാര്യമുണ്ട്. എല്ലായ്പ്പോഴും അടിയോർക്ക് അവരുടെ ഗർഭപാത്രത്തിൽ നിന്ന് അവരുടെ സ്വന്തം നേതാക്കളും
രാഷ്ട്രീയക്കാരിൽ ആയാലും സിപിഎമ്മായാലും സിവിൽ സമൂഹത്തെ അവരുടെ കൊണ്ട് എന്നൊരു തെറ്റിദ്ധാരണ സമൂഹത്തിനും അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുമായി ഇല്ലാതെ സിവിൽ സൊസൈറ്റിയിലുള്ള സംഘർഷത്തിന് സാധ്യത വേണ്ടത്ര ഉപയോഗപ്പെടുത്തി ചില മുന്നേറ്റങ്ങൾ നടത്തേണ്ടത്. മുത്തങ്ങ അങ്ങനെ മുത്തങ്ങയുടെ ആദ്യമായി അവർക്ക് പട്ടികത്തിൽ ഇപ്പോഴത്തെ നമ്മുടെ പട്ടികവർഗ മന്ത്രി അവരെ സംബന്ധിച്ച് കുറ്റമാണ്. അവരാദ്യം വിഭാഗത്തിൽ നിന്ന് തന്നെ മന്ത്രി ഉണ്ടായപ്പോൾ നമ്മളെ നടത്താനോ ആദിവാസികൾക്ക് അനുകൂലമായ കേരളത്തിന് വെളിയിലുള്ള നിയമങ്ങളെ പിന്തുടരാനോ അവർക്ക് കഴിയുന്നില്ല. അത്തരമൊരു നിസ്സഹായാവസ്ഥയാണുള്ളത്. ഒരു ആദിവാസിയായ മന്ത്രിയെ വെച്ചുകൊണ്ട് തന്നെയാണ് രാഷ്ട്രീയക്കാർ ഈ കളി കളിക്കുന്നത്. തീർച്ചയായും വ്യക്തമാണ്. അവസാനമായി സി കെ ശശീന്ദ്രനിലേക്ക്, എന്തുകൊണ്ട് ഇടതുപക്ഷം CPM പോലുള്ള പാർട്ടികളുമായി ആദിവാസി ഗോത്രസഭ പോലുള്ള സംഘടനകൾ കൈകോർക്കണം എന്നാണ് ഗീതാനന്ദൻ നേരത്തെ ചോദിച്ചത്. ഭരണത്തിലുണ്ടായിരുന്ന 5 വർഷം എന്താണ് ഇടതു മുന്നണി ആദിവാസികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത്? മുത്തങ്ങ സമരത്തിലടക്കം ആരോപണ വിധേയരായ ആദിവാസികൾ ഇപ്പോഴും കേസുമായി കഴിഞ്ഞ 10-11 വർഷമായി കേസുമായി നടക്കുകയാണ്. അവരുടെ കേസുകൾ എഴുതിത്തള്ളാൻ പോലും സർക്കാർ തയ്യാറായിട്ടുമില്ല, വാഗ്ദാനങ്ങൾ പാലിച്ചിട്ട് പോലുമില്ല. എന്തുകൊണ്ട് ആദിവാസികൾ CPM പോലുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയെ വിശ്വസിക്കണം? സി കെ ശശീന്ദ്രനിലേക്കുള്ള ടെലിഫോൺ ബന്ധത്തിൽ തടസ്സപ്പെട്ടിരിക്കുന്നു. നിൽപ്പ് സമരം അവഗണിക്കപ്പെട്ടു എന്നാണ് വോട്ട് ആൻഡ് ടോക്ക് ഇന്ന് ചർച്ച ചെയ്തത്. ഓൺലൈനിലൂടെ അഭിപ്രായം രേഖപ്പെടുത്തിയ 80% പേരും അതെ എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. 20% പേർ അല്ല എന്നും അഭിപ്രായപ്പെട്ടിരിക്കുന്നു. വോട്ട് ആൻഡ് ടോക്കിന്റെ ഈ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. മറ്റു പുതിയ വിഷയവുമായി വീണ്ടും നാളെ കാണാം. നമസ്കാരം.